അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, കിട്ടിയാൽ ഉമ്മ വെക്കാം. 10 കൽപ്പനകൾ എന്നൊക്കെ പറഞ്ഞ് പണ്ട് യഹോവ പലതും പറഞ്ഞിരിക്കാം. പക്ഷേ പ്രാപ്തിയുള്ള പാതിരിമാർക്ക് പലതും ചെയ്യാം എന്നാണ് നവീകരണ സഭയായ മാർത്തോമാ സഭയിലെ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത പുലാത്തിനിലൂടെ ഒരാത്തിക്കൊണ്ട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, പക്ഷേ കിട്ടിയാൽ നൈസായി ഉമ്മ വെക്കാം എന്നാണ്. അപ്രകാരം ചെയ്യുന്ന പാതിരിമാരുടെ ചെയ്തികളെ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതൊരു തെറ്റായി കാണുന്നുമില്ല. കൂദാശത്തൊഴിലാളികൾ ഭർത്താക്കന്മാരില്ലാത്ത വീടുകളിൽ കൂദാശപ്പണിക്ക് പോകുമ്പോൾ അവരോട് പറയുന്നത്, കർത്താവ് നമ്മോട് സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഉമ്മ വെച്ചും പിന്നെ ഇങ്ങനെയൊക്കെ അല്ലാതെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന്. തിയോഡോഷ്യസ് മെത്രാന്റെ ആ നിലപാടിനുള്ള ഒരു ഉദാഹരണമാണ് റോയ് പി തോമസ് എന്ന ഉമ്മ അച്ഛൻ ഒന്നാമനെതിരെ ഭർത്തൃമതിയായ യുവതി രേഖാമൂലം പരാതി കൊടുത്തിട്ടും അദ്ദേഹത്തെ കൂടുതൽ പച്ചയായ മേച്ചിൽപ്പുറങ്ങളുള്ള ഗോവയിലേക്ക് വിടർത്തുവാൻ ശ്രമിച്ചത്. പക്ഷേ ഉമ്മ അച്ഛൻ ഗോവയിൽ കാലുകുത്തിയാൽ അംശവടി വെട്ടും എന്ന ചെറിയൊരു തീരുമാനം ഇടവക്കാർ അങ്ങെടുത്തതിനാൽ ഗത്യന്തരമില്ലാതെ ഉമ്മറോയിയെ അടുത്ത സ്ഥലത്തേക്ക് വിടർത്തി. അവിടെയും അദ്ദേഹത്തിൻ്റെ കെട്ട് വണ്ടിയിൽ നിന്നിറക്കുവാൻ ഇടവക ജനങ്ങൾ സമ്മതിച്ചില്ല. അങ്ങനെ തിയോഡോഷ്യസ് വിടർത്തും, ഇടവക്കാർ ഓടിക്കും, പിന്നെയും വിടർത്തും, ഇടവക്കാർ ഓടിക്കും. അങ്ങനെ വിടർത്തയും ഓടിച്ചും മെത്രാൻ്റെയും ഇടവക്കാരുടെയും ഊപ്പാട് വന്നു. ഇതിനുശേഷം മെത്രാൻ ഒരു പുസ്തകം എഴുതി, എൻ്റെ പാഴായിപ്പോയ വിടർത്തലുകൾ. അതുകൊണ്ട് ഇനി ഉമ്മയല്ല അതുക്കും മേലെ സംഭവിച്ചാലും ഞാൻ വിടർത്തില്ല എന്ന് തിയോഡോഷ്യസ് കർത്തൃനാമത്തിൽ ശപഥം പോട്ട് നിൽക്കുമ്പോഴാണ് അടുത്ത ഉമ്മ വിവാദം ഉടലെടുക്കുന്നത്. ഇത്തവണ ചെങ്കുളം ഇമ്മാനുവൽ മാർത്തോമാ ഇടവകയിലെ വിനോദ് നൈനാൻ എന്ന കുർബാന തൊഴിലാളിയാണ് പുതിയ ഉമ്മ വിവാദത്തിൽ പെട്ടത്. 3 കൊല്ലം പൂർത്തിയാക്കി അടുത്ത മേച്ചിൽപ്പുറത്തേക്ക് പോകുവാൻ തയ്യാറായിരിക്കുമ്പോഴാണ് പാതിരി ഈ ഉമ്മ വിവാദത്തിൽ പെടുന്നത്. ഇടവകയിലെ ഭർത്തൃമതിയായ ഒരു യുവതിയുമായി വിഹരിക്കുന്ന ഫോട്ടോകളാണിപ്പോൾ പുറത്തായത്. പ്രണയപരവശരായി പരസ്പരം ഉമ്മ നൽകുന്ന വീഡിയോ ആണ് ഇടവക്കാർ ഇടവക മെത്രാനും സഭയുടെ അധ്യക്ഷനും ഉൾപ്പെടെ നൽകിയത്. ഇനി ഈ ആവാസനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇടവക്കാർ അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ പാതിരിയെ എല്ലാ കൂദാശപ്പണികളുടെ ചുമതലകളിൽ നിന്നും മാറ്റി, അല്ല വിടർത്തി, അങ്ങനെ പറയാവൂ. ഞങ്ങളുടെ മെത്രാന്റെ ഭാഷ ഇതാണ്. അടുത്ത മാസം 1-ാം തീയതി വരെ വീട്ടിലിരുന്ന് ഭാര്യയെ ആവശ്യം പോലെ ഉമ്മ വെച്ച് കൊതി തീർന്നിട്ട് തൃക്കണ്ണമാക്കൽ പള്ളിയിൽ കൂദാശപ്പണിക്ക് ഇറങ്ങുവാനാണ് വിനോദ് നൈനാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പകരം റിട്ടയർഡ് കൂദാശപ്പണിക്കാരൻ എം ശാമുവേൽ കത്തനാർക്ക് ചുമതല കൊടുത്തു എന്നാണ് വിവരം. ഉമ്മച്ചൻ വിനോദിന് അധ്യാപികയായ ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ഇവന്റെ വിത്തുകാളയുടെ സ്വഭാവം കൊണ്ട് ഭാര്യ മക്കളുമായി വേറെയായിരുന്നു താമസിച്ചിരുന്നത്. ഉമ്മ വെച്ച് കെണിയിലകപ്പെട്ടതിനെ തുടർന്ന് തീത്തോസ് മെത്രാൻ 2നെയും വിളിച്ച് ഗുണദോഷിച്ച് ഒരുമിച്ച് വിട്ടത്രേ. ഇത് മാർത്തോമാ സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിലെ ആർത്താറ്റ് ഇടവകയിൽ നടന്ന പോലെ നടക്കേണ്ടിയിരുന്ന ഒരു സംഭവമാണെന്നാണ് ഇടവക്കാർ പറയുന്നത്. ആർത്താറ്റ് ജോബി വി ജേക്കബ് എന്ന പാതിരി പള്ളിപ്പാഴ്സനേജിൽ ഭാര്യയെയും മക്കളെയും കളഞ്ഞ് ഇടവകയിലെ ഒരു കുഞ്ഞാടിന്റെ ഭാര്യയെയും കൊണ്ട് ഒളിച്ചോടിയ വിവരം ഞങ്ങൾ വാർത്തയായി നൽകിയിരുന്നു. പോലീസ് പൊക്കിക്കൊണ്ടുവന്നപ്പോൾ ഇരുവരും അവരുടെ ഭാര്യയെയും മക്കളെയും കുട്ടികളെയും ഉപേക്ഷിച്ച് ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് തിരിച്ചു മുംബൈക്ക് പോയി. ഇടവക ഭവനങ്ങളിൽ വിത്തുകാളകളെ പോലെ പോകുന്ന കൂദാശപ്പണിക്കാരന്മാരുടെ ഭാര്യമാരോട് നിങ്ങളുടെ നന്മയെ പ്രതി, ഇടവകക്കാരുടെ നന്മയെ കരുതി ഒരു കാര്യം പറയാം. നിങ്ങളുടെ കുടുംബം തകരാതിരിക്കുവാൻ, ഇവന്മാർ മറ്റുള്ളവരുടെ കുടുംബം നശിപ്പിക്കാതിരിക്കുവാൻ, ഇവന്മാർ വീടിന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഇവന്മാരുടെ വെടിമരുന്ന് പൂർണ്ണമായും കളഞ്ഞിട്ടേ പുറത്തു വിടാവൂ. കൂദാശപ്പണിക്കാരന്മാരെ ദിവസവും 3-4 പ്രാവശ്യമെങ്കിലും നിർവീര്യമാക്കണം. അല്ലെങ്കിൽ ചെല്ലുന്നിടത്തെല്ലാം അണ്ടിപ്പരിപ്പും ഈത്തപ്പഴവും എല്ലാം ഓസിൽ തിന്നാൻ കിട്ടുന്നതെല്ലാം അടിച്ചിട്ട് വെടിമരുന്ന് സംഭരിച്ച് നടക്കുന്നത് വളരെ അപകടമാണ്. അതുകൊണ്ട് പരിപൂർണമായി നിർവീര്യമാക്കിയ ശേഷം മാത്രം ആ കുപ്പായം ഇടിപ്പിക്കുക. ഇടയ്ക്ക് മാത്രമല്ല, അടിയിലും നല്ല ഒരു കെട്ട് കെട്ടിക്കുക. ഇവന്മാർക്ക് വേണ്ടി ഇങ്ങനെയൊരു പൂട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. ഓർത്തഡോക്സ് സഭയിലെ കോയമ്പത്തൂരിലെ ജാജീസ് എന്ന പാതിരി ട്രെയിനിൽ വെച്ച് ജാക്കിച്ചായനായി മാറിയപ്പോൾ, നാട്ടുകാർ എടുത്തിട്ടടിച്ച് പോലീസിന് കൈമാറിയപ്പോൾ കുപ്പായത്തിനുള്ളിൽ ഒരു ജട്ടി പോലും ഇട്ടിട്ടില്ലായിരുന്നു. വികാരി അച്ഛന്മാർ ഇങ്ങനെയാണെന്നാണ് അന്ന് അദ്ദേഹം പോലീസിനോട് പറഞ്ഞത്. ഉമ്മച്ചൻ 2-ാമൻ വിനോദിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാടിലാണ് തൃക്കണ്ണമാക്കൽ ഇടവകയിലെ പുരുഷ കേസരികൾ. അവരോടും തിയോഡോഷ്യസ് മെത്രാന് പറയുവാനുള്ളത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, കിട്ടിയാൽ ഉമ്മ വെക്കാം എന്നാണ്. കർത്താവ് നിങ്ങളെയും ഈ ഉമ്മച്ചന്മാരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. i2i News,
An eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.